മഴയും കാടും അവിടുത്തെ ബാക്കി സകല ഫീച്ചേഴ്സും ഇതുവരെ മനുഷ്യരാരും തന്നെ കയറി നശിപ്പിക്കാത്ത സമുദ്രനിരപ്പിൽ നിന്ന് 20 മീറ്ററിൽ താഴെ. ഫുട് ഹിൽ സോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആര് വരണം? നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരണം. ഹൈലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആനമുടിയിലേക്ക് ഓർമ്മ വരണം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള ജിയോഗ്രഫിയിലെ ഫിസിയോഗ്രഫി എന്ന് പറയുന്ന പോർഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അത്യാവശ്യം ഇച്ചിരി വലിയൊരു ക്ലാസ് ആയിരുന്നു. പക്ഷേ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷനും 4 ഫോൾഡ് ക്ലാസിഫിക്കേഷനും പഠിച്ചു. അതിലൊരു 3 ആൾക്കാരെ നമുക്കിനി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷനിലെ ഹൈലാൻഡ് നമ്മൾ നോക്കി. ഇനി ബാക്കിയുള്ള 3 ആൾക്കാരെ കൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാം. ഇതപ്പോൾ അതുകൊണ്ട് താരതമ്യേന ഒരു ചെറിയൊരു സെഷൻ ആയിരിക്കും കേട്ടോ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. കേരള ഫിസിയോഗ്രഫി പാർട്ട് 2 രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു കൃത്യമായിട്ട് ഓരോ സോണിൽ വരുന്ന ഓരോ ജില്ലകളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലോണം ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ എന്തായാലും സർവേയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് മാപ്പ് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കളർഫുൾ വേർഷനൊക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ്റെ മാപ്പാണ്. ഏതൊക്കെ? ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. 3 എണ്ണം. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമുക്ക് നേരെ ഫുട് ഹിൽ സോൺ. നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്ന ആളെ കൂടി ഇതിനകത്തുണ്ട്. തൊട്ടിപ്പുറത്ത് കൊടുത്തേക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും കൂടി ഒരു ചെറിയൊരു മാപ്പാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മാപ്പും ഈ കാണുന്നത് ഒരു ഇൻസെറ്റ് മാപ്പാണ് കേട്ടോ. അതായത് മാപ്പിനകത്ത് തന്നെ ഉണ്ടാവുന്ന മറ്റൊരു മാപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻസെറ്റ് മാപ്പ്. അപ്പോൾ ഇത് ഞാൻ മാപ്പിനകത്തല്ല വെച്ചേക്കുന്നത്. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ മാപ്പിനെ പുറത്തോട്ട് ഇതിനെടുത്ത് വെച്ച് കാണിച്ചേക്കാണ്. ഇതും തമ്മിൽ കറക്റ്റായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ ജില്ലകൾ ഏതൊക്കെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിലാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. കുറേ പേർക്ക് ഇപ്പോൾ അത് എടുത്ത് പഠിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി, ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് ഏതൊക്കെ സോണിൽ ഏതൊക്കെ ജില്ലകളാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ രണ്ടാമത്തെ ആളിലോട്ട് കടക്കണിൽ നമ്മൾ തൊട്ട് മുമ്പ് നേരത്തെ ഒരു റീവൈൻഡിങ് ആണ്. നമ്മൾ ഹൈലാൻഡ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫുട് ഹിൽ സോൺ എന്ന് പറയുന്നത്. ഫുട് ഹിൽ സോൺ. അപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് പിക്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഹൈലാൻഡ് കണ്ടു. ഇനി നേരെ പോകുന്നത് ഫുട് ഹിൽ സോൺ ആണ്. ഇത് ഒരു പടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണുന്നത്, ഞാൻ എൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ യെല്ലോ ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നത് മലയാണ്. അന്നൊരു വലിയൊരു മലയാണ്. ഈ മലയുടെ തൊട്ട് താഴത്തോട്ട് ഇവിടെയൊക്കെ കാണുന്നത് ഈ മലയുടെ ഈ ഒരു ഭാഗത്ത് മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വലിയ ഒരു ചെറിയൊരു റഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ മലയുടെ ഈ ടോപ്പ് പോർഷനിൽ കാണുന്നത്. നേരെ സമയം മലയുടെ കുറച്ചുകൂടി താഴ്ഭാഗത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് പുല്ലും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും എല്ലാം കൂടി നിൽക്കുന്ന ഒരു മൊത്തത്തിൽ അത്യാവശ്യം എന്താണ് പുൽമേടും അതുപോലെ തന്നെ കാടും ഒരുമിച്ച് കൂടിയുള്ള അത്യാവശ്യം നല്ല രീതിക്ക് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സോൺ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് ഹില്ലാണെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ ഹില്ലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈലാൻഡിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് മുകൾ ഭാഗം. ഇത് ഹൈലാൻഡ് ആണ്. നേരെ സമയം ആ ഹിൽസിൻ്റെ ഏറ്റവും ലോവർ ലെവലിൽ കാണുന്ന പുൽമേടുകളും കാടും എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് കിടക്കുന്ന ആ സോണിനെ വിളിക്കുന്ന പേരാണ് ഫുട് ഹിൽ സോൺ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം എന്താണ്? ഫുട് ഹിൽ സോണാണ്. നിങ്ങൾക്ക് ഈ പിക്ചർ ക്ലിയർ അല്ലാത്തവർക്ക് നിങ്ങളുടെ നോട്ട്സ് എടുത്ത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ സാധിക്കും. ഞാൻ ഈ കാണുന്നത് എന്താണ്? ഫുട് ഹിൽ സോണാണ്. കറക്റ്റ് ഹില്ലിൻ്റെ ലോവർ ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു സോണാണ് ഫുട് ഹിൽ സോൺ. അപ്പോൾ നമുക്ക് ഈ സോണിനെ പറ്റി പഠിക്കാം. ഈ സോണിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഹൈലാൻഡിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും മറക്കരുത്. 600 മീറ്റർ മുതൽ 2500 മീറ്റർ വരെയായിരുന്നു നമ്മുടെ ഹൈലാൻഡിൻ്റെ ഹൈറ്റ്. അപ്പം മഴയും കാടും അവിടുത്തെ ബാക്കി സകല ഫീച്ചേഴ്സും ഒന്ന് റീവൈൻഡ് ചെയ്യുക. എന്നിട്ട് നേരെ എന്തിലോട്ട് കിടക്കാം? നമ്മുടെ ഫുട് ഹിൽ സോണിലോട്ട് കിടക്കുക. stretches in north-south direction as a narrow tract between the highland zone and the lowland zone. നമ്മുടെ ഹൈലാൻഡ് സോണിൻ്റെയും ഈ പടത്തിലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഈ കാണുന്ന ഹൈലാൻഡ് സോണിൻ്റെയും
അതുപോലെ തന്നെ മിഡ്ലാൻഡ് സോണിൻ്റെയും ഹൈലാൻഡിൻ്റെയും മിഡ്ലാൻഡിൻ്റെയും മലനാടിൻ്റെയും ഇടനാടിൻ്റെയും ഇതാ ഈ പടത്തിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പുറത്ത് കാണുന്നതാണ് ഹൈലാൻഡ് ആണ്. ഇവിടെ ദാ ഈ സോൺ കഴിഞ്ഞ് തൊട്ടിപ്പുറത്തോട്ട് കാണുന്ന എന്താണ് വളരെ കുറച്ചുകൂടി ഉയരം കുറഞ്ഞ നിരപ്പായ സ്ഥലമാണ് തൊട്ടിപ്പുറത്ത് കാണാൻ സാധിക്കുക. അപ്പൊ ഹൈലാൻഡിൻ്റെയും മിഡ്ലാൻഡിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു നാരോ സ്ട്രെച്ച് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൂട്ട് ഹിൽ സോൺ എന്ന് വിളിക്കുന്നത്. എന്താണ്? ദ നാരോ സ്ട്രെച്ച് ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഹൈലാൻഡ് സോൺ ആൻഡ് ദി മിഡ്ലാൻഡ് സോൺ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ലോലാൻഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നല്ല ലോലാൻഡ് അല്ല, ഇറ്റ്സ് മിഡ്ലാൻഡ് സോൺ. എന്താണ്? ഹൈലാൻഡ് സോണിൻ്റെയും മിഡ്ലാൻഡ് സോണിൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു സോണാണ് എന്ത്? നമ്മുടെ ഫുട്ട് ഹിൽ സോൺ എന്ന് പറയുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഓഫ് ദിസ് റീജിയൻ റേഞ്ചസ് ബിറ്റ്വീൻ 200 മീറ്റർ ടു 600 മീറ്റർ. 200 മീറ്റർ മുതൽ 600 മീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. എത്രയാണ്? 200 മീറ്റർ ടു 600 മീറ്റർ. 200 മീറ്റർ മുതൽ 600 മീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. ഇറ്റ്സ് ഹൈറ്റ് വേരീസ് ബിറ്റ്വീൻ 200 ടു 600 മീറ്റർ. ഹൈലാൻഡിൻ്റെ എത്രയായിരുന്നു? 600 മുതൽ 2500 മീറ്റർ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി താഴത്തോട്ട് ഒരു എത്രയാണ്? 200 മീറ്റർ മുതൽ 600 മീറ്റർ വരെ. നിങ്ങൾ ഇപ്പോൾ ടൂർ പോയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ ടൂർ പോയിട്ടുള്ള സ്ഥലം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാൻ നമുക്ക് പൊന്മുടി, ട്രിവാൻഡ്രത്തുള്ള പൊന്മുടി എന്ന് പറയുന്ന ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ ആ ഹൈ റേഞ്ചിലോട്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ നിറച്ചും ചെറിയ ചെറിയ കാടുകളും ഈ കുറച്ച് കൊച്ചു കൊച്ചു കുറ്റിക്കാടുകൾ പോലെ എന്നാൽ പുൽമേടുകളെല്ലാം മിക്സപ്പ് ചെയ്തിട്ടുള്ള ഹൈ റേഞ്ചിൻ്റെ അത്രയും ഉയരത്തിലല്ലെങ്കിലും ആ പോകുന്ന റൂട്ടിൽ കൊച്ചു കൊച്ചു കാടുകളായിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഇപ്പോൾ മൂന്നാർ പോകുമ്പോഴും അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ പോകുമ്പോഴും അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന ആ മലയുടെ ഏറ്റവും താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ലോവർ ലെയറിൽ കാണുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുട്ട് ഹിൽ സോൺ എന്ന് വിളിക്കുന്നത്. ഒരു 200 മുതൽ 600 മീറ്റർ വരെയാണ് ഇവരുടെ ഉയരം വരുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്. The zone comprises of densely forested areas of foothills of Western Ghats. It is the densest vegetative zone in Kerala with monsoonal evergreen rainforest. നമ്മൾ ഈ പറയുന്ന സഹ്യപർവ്വതം എടുക്കുകയാണെങ്കിൽ, അതായത് കേരളത്തിൻ്റെ ഹൈലാൻഡ് എടുക്കുകയാണെങ്കിൽ ഹൈലാൻഡിൻ്റെ ഏറ്റവും വെജിറ്റേഷൻ ഉള്ളതാ ഇവിടെ കാണാൻ സാധിക്കും. ഹൈലാൻഡ് ഇരിക്കുന്നതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇത്രയും ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയുടെ മണ്ടയ്ക്കുള്ളതിനേക്കാളും കൂടുതൽ കാട് ഇല്ല, നല്ല രീതിക്ക് കാട് തഴച്ച് വളർന്ന് നിൽക്കുന്ന കുറ്റിക്കാട് ഉൾപ്പെടെയും പുൽമേടുകൾ ഉൾപ്പെടെയും എല്ലാം കൂടി കലർന്ന് ഭയങ്കര നല്ല രീതിക്ക് കാട് പിടിച്ച് കിടക്കുന്ന സോൺ എവിടെയാണ് കാണാൻ സാധിക്കുക? നമ്മുടെ ഫുട്ട് ഹിൽ സോണിലായിരിക്കും കാണാൻ സാധിക്കുക. കാരണം ഇവിടെ നിന്ന് മഴ പെയ്ത് മഴവെള്ളം ഇറങ്ങി വന്ന് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്, അവർ സംഭരിച്ച് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും ഫുട്ട് ഹിൽ സോണാണ്. ഈ ഫുട്ട് ഹിൽ സോണിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മഴക്കാടുകൾ, നമ്മളെപ്പോഴും പറയാം നല്ല രീതിക്ക് ഇലയൊന്നും പൊഴിയാത്ത നല്ല മഴക്കാടുകളുള്ള സോണും കൂടിയാണ് നമ്മുടെ ഫുട്ട് ഹിൽ സോൺ. നേരെ സമയം നമ്മൾ 3-fold ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും കൂടുതലും ഫോറസ്റ്റ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈലാൻഡ് പറയാം. പക്ഷേ 4-fold പ്രകാരമാണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്ഷൻ്റെ അകത്ത് ഫുട്ട് ഹിൽ സോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആരായിട്ട് വരും? ഫുട്ട് ഹിൽ സോൺ ആയിട്ട് തന്നെ വരും. ഇറ്റ് ഈസ് ദ ഡെൻസസ്റ്റ് വെജിറ്റേറ്റീവ് സോൺ. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാട് പിടിച്ച് കിടക്കുന്ന, ഏറ്റവും കൂടുതൽ കാട് തഴച്ച് വളരുന്ന ഒരു സോണാണ് നമ്മുടെ ഫുട്ട് ഹിൽ സോൺ എന്ന് പറയുന്നത്. കാരണം മൺസൂൺ എവർഗ്രീൻ ഫോറസ്റ്റ്, അതായത് ഇലയൊന്നും പൊഴിയാത്ത നല്ല മഴക്കാടുകളുള്ള സ്ഥലമാണ് എന്ത്? ഫുട്ട് ഹിൽ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. And the Silent Valley National Park is located in the zone and represents the virgin tropical rainforest. വേറെ ഒന്നും വേണ്ട, കേരളത്തിനെ തന്നെ ലോകത്തിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ഫേമസ് ആക്കിയ ഒരു നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, ചീവീടുകളില്ല, അതൊരു പ്രത്യേകതയാണ്. മറ്റൊന്നാണ് ഇതുവരെ മനുഷ്യരാരും തന്നെ കയറി നശിപ്പിക്കാത്ത വെർജിൻ എവർഗ്രീൻ ഫോറസ്റ്റുകൾ, അതായത് നല്ല മഴക്കാട്, അതായത് വളരെ തിക്കായിട്ട് നിൽക്കുക, നല്ല ഉയരമുള്ള മരങ്ങളുണ്ടാവും, താഴെ വള്ളിപ്പടർപ്പുണ്ടാവും, അധികം സൂര്യപ്രകാശമൊന്നും അകത്തോട്ട് കടക്കാത്ത ഒരുപാട് മൃഗങ്ങളും ചെടികളൊക്കെ തിങ്ങി കൂടി നിൽക്കുന്ന ഭയങ്കര വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അത് അടിപൊളി കാടാണ്. അപ്പോൾ അത് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഫുട്ട് ഹിൽ സോണാണ്. അപ്പം തന്നെ നിങ്ങൾക്കൊരു പോയിന്റ് കണക്ട് ചെയ്യാം.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാടുള്ള, ഏറ്റവും നല്ലോണം തഴച്ച് വളരുന്ന കാടുള്ള സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫുട് ഹിൽ സോണാണ്. ഹൈലാൻഡിലും ഉണ്ട്, പക്ഷെ ഹൈലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലാൻഡിനേക്കാളും കൂടുതൽ വെജിറ്റേഷൻ കവറുള്ള സോൺ എന്ന് പറയുന്നത് ഫുട് ഹിൽ സോണാണ്. അപ്പോൾ ഫുട് ഹിൽ സോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആര് വരണം? നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരണം. ഹൈലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആനമുടിയിലേക്ക് ഓർമ്മ വരണം. അങ്ങനെ ഒന്ന് കീവേഡ്സ് കണക്ട് ചെയ്ത് വെക്കുക. Agricultural settlements is prominent in this region with some small cities. അതായത് നമ്മൾ ഹൈലാൻഡിനെ വെച്ച് കണക്കാക്കുമ്പോൾ ഹൈലാൻഡിൽ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും വീടൊക്കെ കാണാൻ സാധിക്കുന്നത്. ആൾക്കാർ വളരെ ദൂരെ ആയിരിക്കും താമസിക്കുന്നത്. നേരെ സമയം ഫുട് ഹിൽ സോണിൽ വരുമ്പോൾ നമ്മൾ ഈ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ആൾക്കാർ ഒരുപാട് കൃഷിയിടങ്ങൾ കാണാൻ പറ്റില്ലേ? ഇഞ്ചി കൃഷി, അതുപോലെ തന്നെ കാർഡമത്തിൻ്റെ കൃഷി, അങ്ങനെ ഇപ്പോൾ തേയിലത്തോട്ടങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഏത് സോണിലാണ്? ഫുട് ഹിൽ സോണിലാണ്. കാരണം ഹൈ റേഞ്ചിൻ്റെ അത്രയും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഫുട് ഹിൽ സോണിലത്തെ കാടുകളെല്ലാം മാറ്റിയിട്ട് അവിടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇതുപോലത്തെ വലിയ വലിയ കൃഷികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു കൊച്ചു സിറ്റീസും, ഇപ്പോൾ നിങ്ങൾ ഹൈ റേഞ്ച് പോകുന്ന സമയത്ത് നമ്മൾ സിറ്റിയിൽ വണ്ടി നിർത്തും അല്ലേ? അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തുന്ന സിറ്റി സോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ആ റേഞ്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൈലാൻഡിൻ്റെ തൊട്ട് താഴെയുള്ള ഫുട് ഹിൽ സോണിലാണ്. Density of population is comparatively less because of the protected areas and reserved forest. ഈ സ്ഥലത്ത് പൊതുവെ പോപ്പുലേഷൻ കുറവാണ്. നമ്മുടെ ഹൈലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ഫോറസ്റ്റ്, ഇപ്പം സൈലന്റ് വാലി നാഷണൽ പാർക്ക് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ, അതായത് നമ്മൾക്ക് അധികം കയറി നശിപ്പിക്കാൻ പറ്റാത്ത ചന്ദനക്കാടുകൾ, റിസർവ്ഡ് വനങ്ങളെല്ലാം ഏത് സോണിലാണ്? ഈ പറയുന്ന ഫുട് ഹിൽ സോണിലാണ്. ചില സമയം കൊച്ചു കൊച്ചു സിറ്റീസ് ഇതിൽ നിന്നും മാറി, അതായത് ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥലത്ത് ഇതിൽ നിന്ന് മാറി കൊച്ചു കൊച്ചു സിറ്റിയോ ടൗണൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം എന്താണ്? അവിടെ ഒരുപാട് റിസർവ്ഡ് വനങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും അവിടെ ഉള്ളത് കൊണ്ടാണ്. ഡ്യൂ ടു ഹൈ precipitation associated with steep slope, the region is considered as the landslide prone areas in Western Ghats. അതുകൂടാതെ ഈ മഴവെള്ളം, ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ഈ കുന്നുകളുടെ ഏറ്റവും മുകളിലാണ് മഴ പെയ്യുന്നതെന്നുള്ള കാര്യം. ഈ പെയ്യുന്ന മഴ ഒരിക്കലും അവിടെ തന്നെ നിൽക്കില്ല. പകരം എന്ത് ചെയ്യും? അത് ചെറിയ ചെറിയ ചാലുകളായി വീണ്ടും ജോയിൻ ചെയ്ത് എന്തായിട്ട് വലിയ നദിയായിട്ട് ഒഴുകും. അപ്പോൾ ഇങ്ങനെ നദികളായിട്ട് ഒഴുകുന്ന അതേ സമയത്ത് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് മണ്ണിടിച്ചിലുകളും മലവെള്ളപ്പാച്ചിലും. ഒരു സ്ഥലത്ത് അവിടുത്തെ മണ്ണിൻ്റെ കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ മണ്ണപ്പൊക്കെ ചുട്ടു കളിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളതിങ്ങനെ മണ്ണിനകത്ത് വെള്ളം കലക്കി നമ്മൾ ആ മണ്ണിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടി കൂടി നിൽക്കും അല്ലേ? മണ്ണൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കുഴച്ചൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൂടിയിരിക്കും. നേരെ സമയം ആ മണ്ണിലോട്ട് കലർത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കത് കറക്റ്റായിട്ട് അങ്ങനെ സാൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, അതങ്ങ് ഒലിച്ചു പോകും. അതുപോലെ തന്നെയാണ് മണ്ണിടിച്ചിൽ. നമ്മുടെ ഭൂമിയിൽ ഓരോ പോയിന്റുകളിൽ ആവശ്യത്തിലേറെ വെള്ളം വരുമ്പോൾ, വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ റീപോസ് കപ്പാസിറ്റി, നമ്മുടെ ആ കാണുന്ന ആ ഒരു ഏരിയയുടെ മണ്ണിനകത്തുള്ള ഓരോ മണ്ണിനകത്ത് ചെറിയ ചെറിയ പോർസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോലും വെള്ളം കയറി അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയം തകർക്കുമ്പോൾ ആ മണ്ണ് എന്ത് ചെയ്യും? ഇടിഞ്ഞ് നിലത്ത് വീഴും. നമ്മൾ മണ്ണപ്പം ചുടുമ്പോൾ വെള്ളം കൂടുതൽ കലക്കിയത് പരസ്പരം നിൽക്കാത്തതുപോലെ തന്നെ വെള്ളം കൂടുതൽ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മലഞ്ചെരിവുകളിലൊക്കെ വെള്ളം കുത്തി ഒലിക്കുമ്പോഴും നല്ല മഴ പെയ്യുന്ന സമയത്ത് മണ്ണിടിച്ചിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുട് ഹിൽ സോൺ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഭാഗമാണ് ഫുട് ഹിൽ സോൺ എന്ന് പറയുന്നത്. മലയുടെ ഏറ്റവും ലോവർ ലെയർ ഈ കാണുന്ന ഭാഗമാണ് ഫുട് ഹിൽ സോൺ. അപ്പോൾ ഇവിടെ നിന്നൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സോണും കൂടിയാണ് ഫുട് ഹിൽ സോൺ. ഇടിയുന്ന മണ്ണെല്ലാം വന്ന് കൊണ്ടുപോകുന്നതും വന്ന് അടിയുന്നതും എല്ലാം എവിടെ തന്നെയാണ്? ഫുട് ഹിൽ സോണിലായിരിക്കും സംഭവിക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള സോണാണ് ഇത്, നമ്മുടെ ഫുട് ഹിൽ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് ആലോചിക്കുക, സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല വെജിറ്റേറ്റീവ് കവറുള്ള ഏരിയ ആണ്. മഴ വന്ന് അല്ലെങ്കിൽ മഴവെള്ളം ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്തു പോകുന്ന റീജിയനും കൂടി ആയതുകൊണ്ട് അവിടെ മണ്ണിടിച്ചിലുകളും മലവെള്ളപ്പാച്ചിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആൾക്കാരുടെ സാന്ദ്രത
പൊതുവെ കുറവാണ്, കാരണം റിസർവ്ഡ് വനങ്ങളായതുകൊണ്ടാണ് എന്നുള്ള പോയിന്റ്സ് അവർക്ക്. എന്നാൽ ചെറിയ ചെറിയ സിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഫുട് ഹിൽ സോണിനെ പറ്റി നമുക്കുള്ള പോയിന്റ്സ്. അപ്പോൾ അത്രയും പോയിന്റ്സ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തായിരുന്നു ഫുട് ഹിൽ സോൺ എന്ന് പറയുമ്പോൾ ഹൈലാൻഡിനേക്കാളും തൊട്ട് താഴെ വരുന്നതാണ്. ഇനി നേരെ നമുക്ക് പോകേണ്ടതാണ് മിഡ്ലാൻഡ് സോൺ. അതിന് നേരെ നമ്മൾ പോകുന്നതാണ് മിഡ്ലാൻഡിലോട്ട്. എന്നാണ് മിഡ്ലാൻഡ്, ഇടനാടിലേക്ക്. The Midland zone is located to the west of foothill zone and the east of lowland. ഇല്ലേ, ഒരു സ്ഥലം എടുത്ത് നമുക്ക് നേരെ ആ പടം ഒന്നും കൂടി ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ മിഡ്ലാൻഡിൻ്റെ, അതായത് നമ്മുടെ ഫുട് ഹിൽ സോണിൻ്റെയും അതുപോലെ തന്നെ തീരപ്രദേശത്തിൻ്റെയും, ഫുട് ഹിൽ സോണിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡ്ലാൻഡ് സോൺ എന്ന് വിളിക്കുന്നത്. ആരുടെയൊക്കെയാണ്? തീരപ്രദേശത്തിൻ്റെയും ഫുട് ഹിൽ സോണിൻ്റെയും ഇടയിൽ കാണുന്നതാണ് മിഡ്ലാൻഡ് അഥവാ ഇടനാട് എന്ന് പറയുന്നത്. കംപ്രൈസിംഗ് ഓഫ് ഐസൊലേറ്റഡ് ഗ്രൂപ്പ് ഓഫ് അൺഡുലേറ്റിംഗ് ഹിൽസ് ആൻഡ് വാലീസ് റണ്ണിങ് നോർത്ത് സൗത്ത് അലോങ് സെൻട്രൽ കേരള. മധ്യ കേരള ഭാഗത്ത്, അപ്പോൾ മധ്യ കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവെ നമ്മൾ കേരളത്തിന് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാറ്. അപ്പോൾ ആ ഡിവിഷൻ അങ്ങ് മാറ്റുക. ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്, നമ്മുടെ നോർത്ത് സൗത്ത് ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒത്ത നടുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് മുറിക്കുമ്പോൾ നേരെ കേരളത്തിന് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മുറിക്കുമ്പോൾ കേരളത്തിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു സോണാണ് എന്ത്? നമ്മുടെ മിഡ്ലാൻഡ് അഥവാ ഇടനാട്. ഇടയ്ക്ക് കിടക്കുന്നില്ലേ, ഇങ്ങനെ ആ ഒരു ജഗതിയുടെ മീമൊക്കെ മനസ്സിലാലോചിച്ചാൽ മതി. ഇങ്ങനെ ഇടയ്ക്ക് കാണുന്ന ആ ഒരു ഇതാണ് ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകൾ, അതായത് ഈ ഹൈലാൻഡിനെയും ഫുട് ഹിൽ സോണിനെ പോലെ വലിയ ഉയരമുള്ള മലകളും കുന്നുകളും ഒന്നുമല്ല ഇവിടെ ഉള്ളത്. ചെറിയ കൊച്ചു കൊച്ചു മൊട്ടക്കുന്നുകളെന്ന് നമ്മൾ പറയില്ലേ, ചെറിയ ചെറിയ റോളിംഗ് ഹിൽസും കൊച്ചു കൊച്ചു എന്താണ് വാലീസ്, ചെറിയ ചെറിയ താഴ്വരകളൊക്കെയുള്ള, അത് അത്രയും ഉയരമൊന്നുമില്ല എന്ന ഒരു മീഡിയം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സോണാണ് നമ്മുടെ മിഡ്ലാൻഡ് സോൺ എന്ന് പറയുന്നത്. സെൻട്രൽ കേരളത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു സോൺ കാണാൻ സാധിക്കുക. ആവറേജ് എലിവേഷൻ റേഞ്ചസ് ഫ്രം 20 to 200 മീറ്റർ. 20 മീറ്റർ മുതൽ 20 to 200 മീറ്റർ. 20 മീറ്റർ മുതൽ 200 മീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. എത്രയാണ്? 20 മീറ്റർ to 200 മീറ്റർ. മറ്റേത് എത്രയായിരുന്നു? 200 മുതൽ 600 മീറ്റർ ആയിരുന്നു. മറ്റേ ആളോ 600 മുതൽ 2500 മീറ്റർ. ഇവിടെ വരുമ്പോൾ 20 മീറ്റർ മുതൽ 200 മീറ്റർ വരെ. അപ്പോൾ ആലോചിക്കുക, ഹൈറ്റ് ഒന്നും വലിയ ഹൈറ്റ് ഇല്ല, ജസ്റ്റ് 20 to 200 മീറ്റർ, ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. ദിസ് ഈസ് ദ സോൺ ഓഫ് റോളിംഗ് ഹിൽസ് വിത്ത് ജെന്റിൽ സ്ലോപ്സ് ആൻഡ് വൈഡ് വാലീസ്. അത്യാവശ്യം ഉരുണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു ഉരുണ്ട ഹിൽസ്, വലിയ ഹൈറ്റ് ഒന്നും കാണത്തില്ല, 25 മീറ്റർ 30 മീറ്ററൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കുന്നുകളും അതുപോലെ തന്നെ നല്ല വിടർന്ന നല്ല വലിയ താഴ്വരകളുമുള്ള സോണാണ് നമ്മുടെ മിഡ്ലാൻഡ് സോൺ എന്ന് പറയുന്നത്. ദിസ് റീജിയൻ ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു റബ്ബർ, കോക്കനട്ട്, ബനാന പ്ലാന്റേഷൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ കൾട്ടിവേഷൻ നടക്കുന്ന നമ്മുടെ വാഴത്തോട്ടം, അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങൾ, കോക്കനട്ട് പ്ലാന്റേഷനുകൾ, പ്ലാന്റേഷൻ കൾട്ടിവേഷൻ, അതായത് ഈ കൊച്ചു കൊച്ചു കുന്നുകൾ. ഈ കുന്നുകൾക്ക് എല്ലാവരും നിങ്ങൾ ഈ റബ്ബർ തോട്ടം കണ്ടാൽ മനസ്സിലാവും. ഈ റബ്ബർ തോട്ടം എങ്ങനെയാണ് നിൽക്കുന്നത്? റബ്ബർ ഇങ്ങനെ ഒരു ചെറിയൊരു ചരിവിലായിരിക്കും അല്ലേ, ഒരു ചെറിയ കുന്നിലായിരിക്കും റബ്ബർ കാണാൻ സാധിക്കുക. പൊതുവെ നിങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഇമേജ് അല്ലെങ്കിൽ പലപ്പോഴും സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ റബ്ബർ തോട്ടം ആലോചിച്ചാൽ മതി. മിഡ്ലാൻഡ് ഓർക്കണമെങ്കിൽ നേരെ റബ്ബർ തോട്ടത്തിനെയും വാഴത്തോട്ടത്തിനെയൊക്കെ അങ്ങ് ആലോചിച്ചാൽ മതി. റബ്ബറും വാഴയൊക്കെ പൊതുവേ ഒരു ചെറിയ, എന്നാൽ വലിയ കുന്നുകളിലൊന്നും കൊണ്ട് നമുക്ക് റബ്ബർ നടാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യും? ചെറിയ റോളിംഗ് ഹിൽസ്, വളരെ കൊച്ചു കൊച്ചു മൊട്ടക്കുന്നുകളിലായിരിക്കും കൾട്ടിവേഷൻ നടത്തിയിട്ടുണ്ടാവുക. ഇതാണ് മാപ്പ്. ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മിഡ്ലാൻഡ് കാണാൻ പറ്റും. ഈ കാണുന്ന സോൺ കണ്ടോ, ഇതിനകത്ത് ഹൈലാൻഡും ഫുട് ഹിൽ സോണും മിഡ്ലാൻഡാണ് ഈ നടക്കൂടെ പോകുന്നത്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാപ്പാണ് കേട്ടോ. അത് മിഡ്ലാൻഡ് സോൺ കാണാൻ പറ്റും. ആ ഉയരം മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്ന കാണാൻ പറ്റും. ടാപ്പിയോക്ക, അർക്കനട്ട് ആൻഡ് അതർ വെജിറ്റബിൾസ് ആൻഡ് ട്യൂബേഴ്സ് ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ ദ വാലീസ്. ഇവിടെ കൊച്ചു കൊച്ചു കുന്നുകളിലെല്ലാം ഈ റബ്ബർ, വാഴ ഇതുപോലത്തെ വലിയ പ്ലാന്റേഷൻസും, എന്നാൽ താഴ്വരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി ഒഴുകി പോകുന്ന സമയത്ത്, നദി ഒഴുകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന അത്യാവശ്യം ഒരു എന്താ പറയുക,
ഒരു ചെറിയൊരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു സോണിനെയാണ് നമ്മൾ താഴ്വര അഥവാ വാലി എന്ന് വിളിക്കുന്നത്. നദികൾ ഒഴുകുന്നിടത്തൂടെയാണ് നമ്മൾ വാലി കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വാലി എന്ന് പറയുന്ന സംഭവങ്ങളും എവിടെയുണ്ട്? മിഡ്ലാൻഡിലുണ്ട്. അവിടെ എന്തൊക്കെ? തപ്പിയോക്ക, നമ്മുടെ കപ്പ, അതുപോലെ തന്നെ ആർക്കനട്ട്, അതുപോലെ വെജിറ്റബിൾസ്. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു സോണ് കൂടിയാണ് എന്ത്? നമ്മുടെ മിഡ്ലാൻഡ് സോണ്. ഹൈലാൻഡിനെയും ഫുട് ഹില്ലിനെയും സോണിനെ വെച്ച് നോക്കുമ്പോൾ കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലാന്റേഷനുകളും അതുപോലെ തന്നെ പച്ചക്കറി കൾട്ടിവേഷനും നടക്കുന്ന ഒരു സോണ് കൂടിയാണ് ഇത് മിഡ്ലാൻഡ് സോൺ എന്ന് പറയുന്നത്. In the northern parts of the state, most of this region is covered by laterite soil with low fertility. ഈ സ്ഥലത്തിന് അല്ലെങ്കിൽ മിഡ്ലാൻഡ് സോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. ഈ ലാറ്ററൈറ്റ് സോയിലൊരു പ്രത്യേകത, ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും കാണുന്നത് ഈ ഒരു മണ്ണാണ്. ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലഭൂഷ്ഠത ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ഫലഭൂഷ്ഠത കുറവുള്ളൊരു മണ്ണിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് മണ്ണെന്ന് വിളിക്കുന്നത്. ഈ മണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുമ്പോൾ എല്ലായിടത്തും നോക്കുമ്പോൾ ചില മണ്ണ് ചുവപ്പ് കളറ്, ചില മണ്ണ് മഞ്ഞ, ചില ബ്രൗൺ, അങ്ങനെ പല കളറിൽ കാണും. അപ്പോൾ നമ്മളൊരു കേക്ക് മുറിക്കില്ലേ, നമ്മളൊരു കേക്ക് മുറിക്കുമ്പോൾ പല ലെയേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ മണ്ണിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. മണ്ണിന് മുകളിൽ ഒരുപാട് നല്ല ഹ്യൂമസ്, നല്ല ഫലഭൂഷ്ഠതയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഭാഗമായിരിക്കും മണ്ണിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ. തൊട്ട് താഴത്തെ ലെയർ ഉണ്ടാവും എ ലെയർ, പിന്നെ ബി ലെയർ, അങ്ങനെ മണ്ണിന് ഓരോ ലെയറുണ്ട്. അപ്പോൾ ഈ മണ്ണിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ഠത അഥവാ ഫെർട്ടിലിറ്റി ഇരിക്കുന്നത്. പക്ഷേ നല്ല ഫെർട്ടിലിറ്റി ഇരിക്കുന്ന മണ്ണിൽ നിരന്തരം മഴ പെയ്യുമ്പോൾ, അപ്പം ഇങ്ങനെ ഒരു നല്ല അത്യാവശ്യം നല്ല ഫെർട്ടൈലായിട്ടുള്ള മണ്ണിൽ എപ്പോഴും മഴ പെയ്ത് ഇവിടെയുള്ള ഫലഭൂഷ്ഠത അല്ലെങ്കിൽ ഇവിടെയുള്ള ഹ്യൂമസ് എന്ത് ചെയ്യും? അങ്ങ് ഒലിച്ചിറങ്ങി അങ്ങ് പോകും. അതായത് മണ്ണിനടിയിലോട്ട്, അതായത് മണ്ണിൻ്റെ മുകളിൽ നിന്ന് അത് മണ്ണിനടിയിലോട്ട് അങ്ങ് ഒലിച്ചങ്ങ് പോവും, ലീച്ച് ചെയ്ത് പോവും. ലീച്ചിങ് എന്നാണ് ആ പ്രക്രിയനെ വിളിക്കുന്ന പേരെന്താണ്? ലീച്ചിങ്. ഇത് നിങ്ങൾ ജനറൽ ജോഗ്രഫിയിൽ പഠിക്കേണ്ട സാധനമാണ്, അറിയില്ലെങ്കിൽ പറയുക. ഞാൻ ജസ്റ്റ് ലാറ്ററൈറ്റ് മണ്ണ് പറഞ്ഞപ്പോൾ വരികയാണ്. അപ്പോൾ ഇതുപോലെ എന്താണ് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത മുകളിൽ നിന്ന് നേരെ താഴത്തോട്ട് ഒലിച്ചു നിരന്തരം മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രക്രിയ കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ ഫലഭൂഷ്ഠത പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ വഴി ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്ന മണ്ണിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന്. ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലൊരു 65% സ്ഥലത്ത് കാണുന്ന മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണിനുമാണ്. അപ്പോൾ ഈ ലാറ്ററൈറ്റ് മണ്ണിനും ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണുന്ന സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിഡ്ലാൻഡ് സോണാണ്. മിഡ്ലാൻഡ് സോണിൽ പ്രത്യേകിച്ച് അങ്ങ് നോർത്തിൽ എവിടെയാണ്? നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട് ആ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ലാറ്ററൈറ്റ് സോയിൽ. Quarrying for construction materials and plantation agriculture are prominent here. നേരത്തെ പറഞ്ഞിരുന്നു ഉരുളൻ കുന്നുകൾ ഉള്ളതുകൊണ്ട് പ്ലാന്റേഷനുകളും നല്ല വിടർന്ന വാലികൾ ഉള്ളതുകൊണ്ട് അവിടെ വെജിറ്റബിൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്വാറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാറികളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എവിടെയായിരിക്കും? മിഡ്ലാൻഡിലായിരിക്കും. പിന്നെ ലാറ്ററൈറ്റ് മണ്ണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നതും എല്ലാം എവിടെയാണ്? നമ്മുടെ മിഡ്ലാൻഡ് സോണിലാണ്. 42% ഓഫ് ദ ടോട്ടൽ ഏരിയ, 42% സ്ഥലം കേരളത്തിൻ്റെ 42% എന്ന് പറയുന്നത് മിഡ്ലാൻഡാണ്. ഹൈലാൻഡ് എത്രയായിരുന്നു? 48%. മിഡ്ലാൻഡ് എത്രയാണ്? 42%. ഇതാണ് മിഡ്ലാൻഡ് സോണിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫുട് ഹിൽ സോൺ എന്ന് പറയുമ്പോൾ തന്നെ നേരെ സൈലന്റ് വാലി ആലോചിക്കുക, കണക്റ്റഡ് പോയിന്റ്സ് കണക്ട് ചെയ്യുക, ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. മിഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ ചെറിയ റോളിംഗ് ഹിൽസ് 20 മീറ്റർ മുതൽ 200 മീറ്റർ വരെയാണ്. ചെറിയ റോളിംഗ് ഹിൽസ് ഉണ്ട്, വാലീസ് ഉണ്ട്, ക്വാറിയിങ്, അഗ്രികൾച്ചർ, ഇതെല്ലാം കൂടാണ്ട് ലാറ്ററൈറ്റ് മണ്ണും എല്ലാം നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് മിഡ്ലാൻഡിൽ നിന്ന് നമ്മൾ നേരെ അങ്ങ് താഴത്തോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ നേരത്തെ നമ്മുടെ ഒരു യൂറോപ്യൻ്റെ കഥ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു വന്നായിരുന്നു. ഒരു യൂറോപ്യൻ ഏറ്റവും ലാസ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ വരുന്ന ഒരു സോണാണ് നമ്മുടെ തീരപ്രദേശം, നമ്മുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
നമ്മുടെ വരുമാനത്തിനകത്തും നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമിയെയും കേരളത്തിൻ്റെ ടൂറിസത്തിനെയും എല്ലാത്തിനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു സോണും കൂടിയാണ് നമ്മുടെ തീരപ്രദേശം അഥവാ ലോ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബീച്ചുകളുണ്ട്, കയ്യിലെണ്ണാവുന്നതിനപ്പുറത്തോട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 10, 15, 20 ബീച്ചുകളോളം ഉണ്ട്. അങ്ങനെ ഓരോ ജില്ലകൾക്കും ഒരുപാട് ബീച്ചുകളുണ്ട്. കൂടാതെ കായലുകളുണ്ട്, ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട്, പിന്നെ ചതുപ്പ് നിലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് വരും? ലോ ലാൻഡിൽ വരും. അപ്പോൾ ഈ തീരപ്രദേശം കേരളത്തിന് 580 കിലോമീറ്ററാണ് കേട്ടോ നമ്മുടെ മൊത്തം തീരപ്രദേശത്തിൻ്റെ ലെങ്ത് വരുന്നത്. എത്രയാണ്? 580 കിലോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനുഷ്യർ എപ്പോഴും താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് തീരപ്രദേശം അഥവാ ലോ ലാൻഡിലായിരിക്കും. തീരപ്രദേശം ഇൻ ദ സെൻസ് നിരപ്പായ സ്ഥലങ്ങളിലായിരിക്കും. കാരണം നമുക്ക് വീട് പണിയാനും റോഡ് പണിയാനും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും എപ്പോഴും എവിടെയാണ്? നിരപ്പായ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും എവിടെയായിരിക്കും? ഈ ലോ ലാൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കടക്കാം. ദ ലോ ലാൻഡ്സ് ഓർ കോസ്റ്റൽ പ്ലെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൺ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ജനസാന്ദ്രതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതും ഏറ്റവും കൂടുതൽ വീടുകളുള്ളതും എല്ലാം എവിടെയാണ്? നമ്മുടെ തീരപ്രദേശത്താണ്. തീരപ്രദേശം അഥവാ നിരപ്പായ നമ്മുടെ ലോ ലാൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് താമസിക്കുന്നതും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സൗകര്യം, അതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെ ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത്. It is mainly comprised of soft rock structures like sand dunes, beaches, ridges, riverine deposits, backwaters, marshy wetlands of tidal wash and coastlines of Arabian Sea. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്, ചെറിയ ചെറിയ മണൽത്തിട്ടകളുണ്ട്, ഒരുപാട് നദികൾ വന്ന് അവസാനിക്കുന്ന ചതുപ്പ് നിലങ്ങളുണ്ട്. അങ്ങനെ എന്താണ്? കടലിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതായത് ഈ സ്ഥലം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോം ചെയ്യാൻ, മനുഷ്യൻ എന്തും നിർമ്മിക്കാൻ, ഇല്ലേ? മണലാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് മണൽ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് വളരെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്താണ് എന്തും നിർമ്മിക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇതുപോലെ എല്ലാ നിർമ്മിതികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ലോ ലാൻഡ്. അതുകൊണ്ട് തന്നെ ഇത്രയും സംഗതികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോണാണ് നമ്മുടെ ലോ ലാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കൃഷി നടത്താനും എല്ലാം കൊണ്ടും സുഖം എവിടെയാണ്? ലോ ലാൻഡിലാണ് ഏറ്റവും ഭയങ്കര സുഖമായിട്ടുള്ളത്. It is the westernmost stretch of the land and average elevation below 20 meters from mean sea level. സമുദ്രനിരപ്പിൽ നിന്ന് 20 മീറ്ററിൽ താഴെ, ചിലപ്പോൾ സമുദ്രനിരപ്പിനേക്കാളും താഴെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മുടെ ആലപ്പിയിൽ. അറിയായിരിക്കും എല്ലാവർക്കും, നമ്മുടെ ആലപ്പിയിൽ കുട്ടനാട് എന്താണ് സമുദ്രനിരപ്പിനേക്കാളും താഴെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? ബിലോ 20 മീറ്ററിനേക്കാളും താഴെ, സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്ററിനേക്കാളും താഴെയാണ് നമ്മുടെ ലോ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. The narrow belt of low land is characterized by paddy field, coconut plantation, backwaters, river mouth estuaries, canals, channels, etc. ബീച്ചുകൾ, കനാലുകൾ, പ്ലാന്റേഷനുകൾ, നമ്മുടെ ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങൾ, ഇങ്ങനെ വേണ്ട സകല കാര്യങ്ങളും നമ്മുടെ ടൂറിസത്തിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഇക്കോ ടൂറിസം, നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ആണെങ്കിലും കയർ നിർമ്മാണമാണെങ്കിലും മെഡിസിൻ ടൂറിസം ആണെങ്കിലും ഇതെല്ലാം ഉള്ളത് എവിടെയാണ്? നമ്മുടെ ആയുർവേദിക് ടൂറിസം ഉൾപ്പെടെ എല്ലാം ഏറ്റവും കൂടുതലുള്ളത് തീരപ്രദേശം അഥവാ ഈ ലോ ലാൻഡ് സോണിലാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഇൻ കേരള, കൊച്ചി, കോഴിക്കോട്, ആലപ്പി, ഈ പറയുന്നതെല്ലാം എവിടെയാണ്? നമ്മുടെ ലോ ലാൻഡ് സോണിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. The coastal plain is extensively vast plain with low relief. Most of the area shows a relief 4 to 6 meters. കാരണം 20 മീറ്ററിൽ താഴെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഇവരുടെ ഹൈറ്റ്. പക്ഷേ കേരളത്തിൽ എന്താണ്? ഒരു 4 മുതൽ 6 മീറ്റർ വരെയാണ് പൊതുവെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഉയരം വരാറുള്ളത്. എത്രയാണ്? 4 മീറ്റർ ടു 6 മീറ്റർ, 4 മുതൽ 6 മീറ്റർ വരെ. 10% ഓഫ് ദ ടോട്ടൽ ഏരിയ, 10% മാത്രമേ ഉള്ളൂ. എത്രയാണ്? 10% ഓഫ് ദ ടോട്ടൽ ഏരിയ. ഹൈലാൻഡ് 48%, മിഡ്ലാൻഡ് 42%, ലോ ലാൻഡ് വെറും 10%. പക്ഷേ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിലോ ഇവിടെ ഉണ്ടാവും ഒരു 60% ആൾക്കാർ, പിന്നെ ഒരു 30% ആൾക്കാർ മിഡ്ലാൻഡിൽ വരും,
വെറും 10% ആൾക്കാർ മാത്രമേ എവിടെ വരുള്ളൂ, നമ്മുടെ ഹൈലാൻഡിൽ വരുള്ളൂ. ആൻഡ് ഇത് തമ്മിലൊരു റിവേഴ്സ് റിലേഷൻഷിപ്പാണ്. സ്ഥലം ഏറ്റവും കൂടുതലുള്ളത് ഹൈലാൻഡിനാണെങ്കിൽ സ്ഥലം ഏറ്റവും കുറവ് ലോലാൻഡിനാണ്. നേരെ പോപ്പുലേഷൻ്റെ കേസിലോ സ്ഥലം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട് പോലും ഹൈലാൻഡിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. പക്ഷേ ലോലാൻഡിൽ സ്ഥലം കുറവാണ്, പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യാണ്, തിങ്ങി താമസിക്കുന്നതുകൊണ്ട് തന്നെ ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഇത് തീരപ്രദേശത്തിന് ഞാനൊരു പിക്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഈ കടലൊക്കെ ഒന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിയോഗ്രഫി. ഇതാണ് 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ്റെ ബാക്കി 3 വ്യക്തികളെ നമ്മൾ കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ 7.5 മീറ്ററിൽ താഴെ നിന്ന് 75 മീറ്ററോളം വരെ വ്യത്യാസം വരുന്ന ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന് പറയുന്ന ഒരു 3 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നീട് നമ്മൾ കേരള ഗസീറ്റ് പബ്ലിക്കേഷൻ്റെ പേരിലുള്ള 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എത്രയാണ്, 20 മീറ്റർ തുടങ്ങി 200 മീറ്റർ വരെ, 200-ൽ നിന്ന് 600, 600-ൽ നിന്ന് 2500 മീറ്റർ വരെ വേരിയേഷനിൽ നമ്മൾ 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഹൈലാൻഡ്, ഫുട് ഹില്ല്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്നുള്ളൊരു 4 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ട് വരുന്നത്. കാരണം അടിസ്ഥാനം ഇൻ ദ സെൻസ് ഇതെല്ലാം ഈ ഒരു സോണുകളെല്ലാം, ഈ സോണുകളിലെല്ലാം ഏതെല്ലാം ജില്ല വരുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചാൽ കുറേയൊക്കെ നമുക്കിപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ നമുക്ക് ഹൈലാൻഡിലുള്ള, ഇപ്പോൾ ഇടുക്കിയെ പറ്റി നമുക്കൊന്നും അറിയില്ലെങ്കിലും ഇടുക്കി ഹൈലാൻഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇടുക്കിയുടെ സവിശേഷതകളെല്ലാം, ഇടുക്കിയിലെ ജനസാന്ദ്രതയെപ്പറ്റി, ഇടുക്കിയുടെ ജിയോമോർഫോളജിയും ഇടുക്കിയിലെ ഭൂപ്രകൃതിയൊക്കെ പറ്റി നമുക്ക് എന്തിലെഴുതാം, ഈ പറയുന്ന ഹൈലാൻഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ച് അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എറണാകുളം പറയുകയാണ്, ആലപ്പി പറയുകയാണെങ്കിൽ അത് ലോലാൻഡിലാണെന്നറിയാം. അങ്ങനെ കറക്റ്റ് സോണുകൾ എവിടെയാണ്, ഡിസ്ട്രിക്ട്സിൽ എവിടെയെല്ലാമാണ് ഇത് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അറ്റ് പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി സെഷൻ. താങ്ക് യു സോ മച്ച്.